നരേന്ദ്ര ദാഭോൽക്കർ കൊലക്കേസ് ശിക്ഷ മരവിപ്പിച്ച് പ്രതിക്ക് ജാമ്യം. എന്താണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞത്? 2013 ഓഗസ്റ്റ് 20 പൂനെയിലെ പതിവുപോലെ പ്രഭാത നടത്തത്തിനിറങ്ങിയ ഒരാൾ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായി സംസാരിച്ചിരുന്ന യുക്തിവാദി ഡോക്ടർ നരേന്ദ്ര ദാഭോൽക്കർ. 2 ബൈക്ക് യാത്രികർ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നു. ദാഭോൽക്കർ കൊല്ലപ്പെടുന്നു. ഇന്ത്യയിലെ യുക്തിവാദികളെയും സാമൂഹിക പ്രവർത്തകരെയും ഞെട്ടിച്ച ആ കൊലപാതകത്തിന് 13 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേസിൽ വീണ്ടും വലിയ വഴിത്തിരിവുണ്ടായത്. ദാഭോൽക്കർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുന്ന സച്ചിൻ ആൻഡുറയുടെ ശിക്ഷയാണ് ബോംബെ ഹൈക്കോടതി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് ജാമ്യവും അനുവദിച്ചു. ഇവിടെ ആദ്യം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ശിക്ഷ മരവിപ്പിച്ചു എന്നത് കുറ്റവിമുക്തനാക്കി എന്നതല്ല. ആൻഡുറയെ 2024 പൂനെ സെഷൻസ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ്. ആ വിധിക്കെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് കേസിന്റെ അന്തിമ നിയമപോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷെ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധേയമാകുന്നത്? അതിന് കാരണം തെളിവുകളുടെ ശക്തിയെക്കുറിച്ച് കോടതി ഉന്നയിച്ച സംശയങ്ങളാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആൻഡ്രയെ തിരിച്ചറിഞ്ഞ സാക്ഷികളുടെ തിരിച്ചറിയൽ കൊലപാതകം നടന്നിട്ട് ഏകദേശം 8 വർഷത്തിന് ശേഷമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകളിലും ചില പൊരുത്തക്കേടുകളും സംശയങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആൻഡ്രയ്ക്കെതിരെ തെളിവുകൾ വളരെ ദുർബലമാണെന്നും അപ്പീലിൽ കുറ്റവിമുക്തനാക്കാനുള്ള സാധ്യത പോലും ഉണ്ടാകാമെന്നും കോടതി നിരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, ദാഭോൽക്കർ കേസിൽ ആൻഡ്രെ മാത്രമല്ല കുറ്റക്കാരനാക്കപ്പെട്ടത്. ശരത് കലാസ്കറും ദാഭോൽക്കർ വധത്തിൽ കുറ്റക്കാരനാണെന്ന് 2024 സെഷൻസ് കോടതി കണ്ടെത്തി. ഇരുവർക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. എന്നാൽ കേസിലെ മറ്റ് പ്രതികളായ വീരേന്ദ്ര സിംഗ് താവ്ഡെ, സഞ്ജീവ് പുനലേക്കർ, വിക്രം ഭാവെ എന്നിവരെ മതിയായ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു. UAPA, ആംസ് ആക്ട് തുടങ്ങിയ കുറ്റങ്ങളിലും ആൻഡ്രയും കലാസ്കറും കുറ്റവിമുക്തരാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ കേസിൽ മറ്റൊരു പ്രധാന സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. ആൻഡ്രയ്ക്ക് മുമ്പ് സഹപ്രതി ശരത് കലാസ്കറിനും 2026 ഏപ്രിൽ ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതായത് 2024 ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 2 പേരും ഇപ്പോൾ ജാമ്യത്തിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ദാഭോൽക്കർ വധക്കേസിന്റെ മറ്റൊരു പ്രധാന ഭാഗത്തേക്ക് എത്തുകയാണ്. ദാഭോൽക്കറെ കൊന്നത് ആരാണ് എന്ന ചോദ്യം മാത്രമല്ല, എന്തിനാണ് കൊന്നത്, പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും ഈ കേസിൽ തുടക്കം മുതൽ ഉയർന്നിരുന്നു. മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലന സമിതിയുടെ സ്ഥാപകനായിരുന്ന ദാഭോൽക്കർ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പ്രചാരണം നടത്തിയ വ്യക്തിയായിരുന്നു. ശാസ്ത്രീയ ചിന്തയും യുക്തിവാദവും സമൂഹത്തിൽ വളർത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നാലെ കേസ് ആദ്യം അന്വേഷിച്ചത് പൂനെ പോലീസായിരുന്നു. പിന്നീട് ദാഭോൽക്കറുടെ മകൻ മുക്ത ദാഭോൽക്കർ ബോംബെ ഹൈക്കോടതി സമീപിച്ചതിനെ തുടർന്ന് 2014 അന്വേഷണം CBIക്ക് കൈമാറുകയായിരുന്നു. ദാഭോൽക്കർ വധത്തിന് പിന്നാലെ ഇന്ത്യയിൽ സമാനമായ രീതിയിൽ മറ്റ് യുക്തിവാദികളും എഴുത്തുകാരും കൊല്ലപ്പെട്ടത് ഈ കേസിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിപ്പിച്ചു. ഗോവിന്ദ് പൻസാരെ, MM കൽബുർഗി, ഗൗരി ലങ്കേഷ് ഇവരുടെ കൊലപാതകങ്ങളും ദാഭോൽക്കർ വധവുമായി പല ഘട്ടങ്ങളിലും ബന്ധപ്പെടുത്തി അന്വേഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ 13 വർഷം പിന്നിട്ടും ദാഭോൽക്കർ കേസിൽ ഒരു നിയമവികാസവും വലിയ രാഷ്ട്രീയ സാമൂഹിക ശ്രദ്ധ നേടുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം മറക്കരുത്. ജാമ്യം ലഭിച്ചത് കാരണം കുറ്റക്കാരനല്ല എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഉത്തരവ് ഒരു ഗൗരവമുള്ള ചോദ്യം വീണ്ടും ഉയർത്തുന്നുണ്ട്. 2013 നടന്ന ഒരു കൊലപാതകത്തിൽ 2024 കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒരാളുടെ കേസിൽ പ്രധാന തെളിവുകളെക്കുറിച്ച് 2026 ഹൈക്കോടതിക്ക് ഇത്രയും സംശയങ്ങൾ ഉന്നയിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? സാക്ഷികളുടെ തിരിച്ചറിയൽ ഇത്രയും വൈകിയത് എന്തുകൊണ്ട്? കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവുമായി ബന്ധപ്പെട്ട തെളിവുകളിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്തത് എന്തുകൊണ്ട്? ഇതെല്ലാം ഇനി അപ്പീൽ കോടതിയുടെ വിശദമായ പരിഗണനയ്ക്ക് വിധേയമാകും. ദാഭോൽക്കറുടെ കുടുംബം ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 2013 ഒരു യുക്തിവാദിയുടെ കൊലപാതകത്തോടെ ആരംഭിച്ച കേസ് 2026 വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലാണ്. ശിക്ഷ മരവിപ്പിക്കപ്പെട്ടു, ജാമ്യം ലഭിച്ചു, പക്ഷേ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ഇനി ബോംബെ ഹൈക്കോടതിയിലെ അപ്പീലിന്റെ അന്തിമ വിധിയാണ് ഈ കേസിന്റെ അടുത്ത വലിയ അധ്യായം തീരുമാനിക്കുക.